കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. ഡി കെ ശിവകുമാറിനൊപ്പം 10 മന്ത്രിമാരും ചുമതലയേൽക്കുന്നുണ്ട്. മന്ത്രിസഭയിലെ മലയാളികളായ കെ ജെ ജോർജും യു ടി ഖാദറും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും നാളെ മന്ത്രിയായി ചുമതലയേൽക്കും. സജു ചാമക്കാലയിൽ വിവരങ്ങളുമായി. സജു, നാളെ ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നതിന്റെ കൃത്യമായ ലിസ്റ്റൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിൽ മലയാളികളുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒക്കെ ഉള്ള ആളുകളുമാണ്. അങ്ങനെ അതിനകത്ത് വലിയൊരു അത്ഭുതം തോന്നുന്നുമില്ല. ഇപ്പോൾ നിലവിലെ മന്ത്രിസഭയിലുള്ള ചില മന്ത്രിമാരടക്കം പിന്നീട് യതീന്ദ്ര സിദ്ധരാമയ്യ അടക്കമുള്ള ചിലരാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം മലയാളികളായ രണ്ടുപേർ, കെ ജെ ജോർജും ഒപ്പം തന്നെ യു ടി ഖാദറും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് ലോക് ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കുക. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര, അതോടൊപ്പം തന്നെ ജി പരമേശ്വര, സതീഷ് ജർക്കിഹോളി, MP പാട്ടീൽ, ഈശ്വർ ഖാന്ദ്ര, രാമലിംഗ റെഡ്ഡി, കെ ജെ ജോർജ്, പ്രിയങ്ക ഖാർഗെ, യതീന്ദ്ര, ശിവരാജ് തടങ്കടി ഉൾപ്പെടെയുള്ളവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. എന്തായാലും ഉപമുഖ്യമന്ത്രിമാർ ആരെന്നതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. 2 ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നാണ് സിദ്ധരാമയ്യ പക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഡി കെ പക്ഷം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെ ആവും ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ആശങ്കാജനകമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഖാർഗെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ അനുയായികളും പ്രവർത്തകരും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്ന അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് വന്നു. പിന്നീട് മുസ്ലിം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാളെ പരിഗണിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ചില നേതാക്കൾ, മുസ്ലിം വിഭാഗത്തിലെ ചില നേതാക്കളടക്കം രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ ഉപമുഖ്യമന്ത്രിമാർ ആരാകും എന്നത് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും ഡൽഹിയിൽ ഇരു നേതാക്കളെയും ഡി കെ ശിവകുമാറിന് സിദ്ധരാമയ്യ ഹൈക്കമാൻഡ് നേരിട്ട് വിളിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെയും പരിഹരിച്ചിരുന്നു. അവരുടെ ഒക്കെയും ചർച്ചകൾ നടന്നിരുന്നു. എന്തായാലും സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇടപെട്ട് മന്ത്രിസഭാ പുനഃസംഘടനടക്കം അന്തിമ തീരുമാനം ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. 10 മുതൽ 12 മന്ത്രിമാർ വരെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. സജു, ഇതിൽ യു ടി ഖാദർ സ്പീക്കർ അല്ലേ നിലവിൽ? അദ്ദേഹത്തെ മന്ത്രി പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ സാമുദായിക സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കെ ജെ ജോർജിന്റെ പേര് രാജ്യസഭാ അംഗത്തിലേക്ക് ആദ്യം വന്നിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം മന്ത്രിസഭയിൽ തന്നെ തുടരുമെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. യു ടി ഖാദർ സ്പീക്കറാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. സർക്കാർ നീക്കം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ലഭിക്കുമ്പോഴാണ് ഈ നിലയിലേക്ക് സാമുദായിക സമവാക്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നവരുടെ അന്തിമ ലിസ്റ്റും ഇപ്പോൾ തയ്യാറായി വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.